أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إن أبغض الرجال إلى الله الألد الخصيم. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗം കുതർക്കികളാണ്. ബുഖാരി, മുസ്ലിം. സംവാദത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഉപകരിക്കുന്ന ആശയവിനിമയ ഉപാധിയാണ് സംവാദം. എന്നാൽ തർക്കത്തെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ടെത്തിക്കുന്നത് കിടമത്സരത്തിലേക്കും വിദ്വേഷത്തിലേക്കും മാത്രമാണ്. ഇസ്ലാം വിലക്കിയതാണ് കളവ് പറയലും തെറിയഭിഷേകവും. തർക്കത്തിന് രണ്ടും കപടന്മാരുടെ വിശേഷണങ്ങളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തിട്ടുള്ളത്. തർക്കത്തിൽ തൻ്റെ പ്രതിയോഗിയെ അടിച്ചിരുത്താനും തൻ്റെ വാദമുഖങ്ങൾ സമർത്ഥിക്കാനും സകലമാന അടവുകളും അവൻ പയറ്റും. ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തും. അവരുടെ സംസാരം വശ്യമായിരിക്കും. ഇടയ്ക്കിടെ അള്ളാഹുവിനെ സാക്ഷിയാക്കും. പക്ഷേ അവർ കുതർക്കികളാണ്, ഒപ്പം സത്യത്തിൻ്റെ ബദ്ധവൈരികളും എന്ന് ഖുർആൻ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ 204 ആയത്തിൽ. അനാവശ്യവും അനവസരത്തിലുമുള്ള ഇടപെടരുതെന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. കൂടുതൽ സംസാരിക്കുന്നത് പോലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. തർക്കത്തിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നൽകിയ നിർവചനം ഇപ്രകാരമാണ്: അപരൻ്റെ വാക്കുകളിലെ അക്ഷരത്തിലെയും ആശയത്തിലെയും വിവക്ഷയിലെയും വൈകല്യങ്ങളെ എതിർക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന ശീലം. മിക്ക തർക്ക വിതർക്കങ്ങളിലെയും വിഷയങ്ങൾ നിസ്സാരവും നിരർത്ഥകവുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ഇസ്ലാമിൻ്റെ സൗന്ദര്യമാണ് താൻ ഇടപെടേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത്. വിശ്വാസികളുടെ ഇസ്ലാമിൻ്റെ മനോഹാരിത പൊതുസമൂഹത്തിന് ദർശിക്കാൻ കഴിയണം. അതിൻ്റെ ഭംഗിക്ക് ഭംഗം വരുത്തുന്ന ഇടപാടുകളിൽ നിന്നെല്ലാം വിശ്വാസികൾ മാറി നിൽക്കുക തന്നെ വേണം. ഇന്ന് പോരടിക്കുന്നതും മാധ്യമങ്ങളിലാണ്. മുഖതാവിലും സഭയിലുമല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അയുക്തികവുമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഒട്ടും പ്രോത്സാഹനജനകമോ പ്രയോജനപ്രദമോ അല്ലതാനും. വിദണ്ഡവാദങ്ങൾ നിരത്തി വിവരദോഷികളെ വിളയാടുന്ന വിളനിലമായി മാറിയിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗമാണ് തർക്കിക്കുന്നവരെന്നാണ് ഈ ഹദീസ് നമ്മോട് പറയുന്നത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം: അന്ത്യനാളിൽ എനിക്ക് ഏറ്റവും കോപമുള്ളവരും എന്നിൽ നിന്ന് വിദൂരസ്ഥരുമായ ആളുകൾ വായാടികളും കൃത്രിമത്വം കലർത്തി സംസാരിക്കുന്നവരും ആയിരിക്കും. എല്ലായിടത്തും പോയി തലയിടരുത്. ഇമാം ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുദ്ധിമാന്റെ നാവ് അയാളുടെ ഹൃദയത്തിന് പുറത്തായിരിക്കും. സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഹൃദയത്തോട് അയാൾ സമ്മതം ചോദിക്കും. അനുവദിച്ചാൽ സംസാരിക്കും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. അവിവേകിയുടെ ഹൃദയം അയാളുടെ നാവിൻ തുമ്പിലായിരിക്കും. ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയേയില്ല. നാവിലെന്തു വന്നുവോ അത് പറയും. തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഒട്ടും നിരക്കുന്നതല്ല ഇത്തരം അനാവശ്യ തർക്കങ്ങളെന്ന് മനസ്സിലാക്കി വിശ്വാസി അവയിൽ നിന്നൊക്കെ പൂർണ്ണമായി വിട്ടുനിൽക്കണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.